എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഫൈസിലൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനൊരു ഫംഗ്ഷനുണ്ട്, സോ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്, വരാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഒന്നും ചിന്തിച്ചില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇക്കയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നു. കാരണം ദുബൈയിൽ വെച്ചിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഫൈസിലൊക്കെ. സോ എന്താ പറയുക, എൻ്റെ ഒരു മെൻറ്ററും കൂടിയാണ്. സോ അത് മാത്രമല്ല, സർ പറഞ്ഞ കണക്ക് ഇതിപ്പോൾ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കുകയാണ്. കാരണം എനിക്ക് സത്യം പറയാൻ ഒരു ഇൻസ്പിറേഷനായി കുറേ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് ഒരുപാട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എൻ്റെ സമയത്തിൻ്റെ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ടൈമിനാണ്. സോ എൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവർക്ക് വേണ്ടി കൊടുക്കും. കാരണം ഇവർ എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, അവർ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. ഓക്കെ, സോ അവർ സ്പെഷ്യലാണ്. സോ അതുകൊണ്ട് എന്താ പറയുക, ഒരുപാട് പേര് കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റോബിന, ഒരു മിനിറ്റ്. ഒത്തിരി ക്യാമ്പസുകളിൽ അല്ലെ, ഏതൊക്കെ ക്യാമ്പസ്, കേരളത്തിനും അകത്തും പുറത്തും ഒത്തിരി ക്യാമ്പസുകളിൽ പോയി വലിയ ഉണർവുണ്ടാക്കുന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്കാണ് ഒരു ഉണർവുണ്ടായെന്ന് തോന്നിയില്ല ഈ കുട്ടികളെ കണ്ടപ്പോൾ? സത്യം പറഞ്ഞാൽ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ആളായിരുന്നു, സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവരെല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ എൻ്റെ സ്ട്രെസ് എല്ലാം മാറി. അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ കുറച്ച് പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഈ ഫേമസ് ആയിട്ടുള്ള ഇത്രയും വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് ഈ ഒരു സ്റ്റേജ് പങ്കിടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഓരോരുത്തരും മീറ്റ് ചെയ്യുമ്പോഴും പരിചയപ്പെടുമ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കാരാവുന്നത് എന്നുള്ളത് അവരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും എന്ത് ചെയ്യും, ഫൈസിലൊക്കെ ഗൈഡ് ലൈൻസിൽ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. പൊടിമോൾ എന്തായാലും പറയാലോ, എവിടെയൊക്കെ പോയിട്ട് പറയുന്നതാണ് അല്ലേ? റോബിൻ ചേട്ടൻ ഇപ്പോൾ ടോട്ടലി ഒരു 1098 പ്രോഗ്രാംസ് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കൂടെ പോയിട്ടുള്ളത് 2 or 3 ഫങ്ഷൻസിന് മാത്രമാണ്. ഫൈസൽക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനും കൊണ്ടുകൊണ്ട് ഞാനാണ് അങ്ങോട്ട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഓടി വന്നത്. ഇപ്പോൾ ഫൈസൽക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി സന്തോഷം. ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിയുടെ അടുത്താണെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും പറഞ്ഞൊരു കാര്യം, ഇപ്പോഴല്ല, ഒരു 6-7 വർഷത്തിനുള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഒരു ഓർഫണേജ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പണ്ട് ഞാനൊരു 25 വയസ്സിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന സമയത്തും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ആരാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയ റിസ്ക് എടുക്കണോ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അത് ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയായിരുന്നു ഇതുപോലൊരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഒരു ഓർഫണേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതും ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നടത്തി കാണിക്കണം, അതിനൊരു പാർട്ടാവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു പാർട്ടാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. Neetu's Academy, India's #1 language academy.